Hi students, today we are going to discuss about a new chapter, theory of consumer behavior. You have already learned about first chapter. Next chapter is theory of consumer behavior. First of all, who is a consumer? Consumer is a person who consume a commodity. Okay, then the success of any business depends on its ability to meet the needs of its customers. Every firm, the success of every firm depends its ability to meet the needs of its customers. Then, when there are no customers, there are no revenue and profit to the business. Therefore, every business needs to understand what the customers are willing and able to buy and what others are offer. Every firm, so therefore every business must identify the attitude and behavior of consumers. Then next term is consumption. What do you mean by consumption? It's derived from the word consummate. Then it means to satisfy or fulfill. Consumption means to satisfy or fulfill. Then it simply refers to the use of a good or service. Okay, consumption means to consume a particular product. Then simply refers the use of a commodity or particular product, that is consumption. It means it clearly explains that it's consumption means satisfaction of human wants by use of a commodity, that is consumption. Consumption means satisfaction of human wants by use of a commodity. Then next term is demand. Demand means desire. Desire which is backed by willingness to pay and ability to pay is called demand. Simply means the quantity the customers are willing and able to buy in a given period is known as demand. നമുക്കറിയാം അല്ലേ, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന്, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ കസ്റ്റമേഴ്സ് ആർ വില്ലിങ് ആൻഡ് ഏബിൾ ടു ബൈ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഡിമാൻഡ് എന്ന് പറയണത്. ആ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് വില്ലിങ് ആണോ, അത് പർച്ചേസ് ചെയ്യാനായിട്ട് അവർ വില്ലിങ് ആണോ, ദെൻ ആ ഒരു പർട്ടിക്കുലർ പ്രൈസ് ഉണ്ട്. ഇപ്പോൾ ഒരു 1000 റുപ്പീസാണ് വിചാരിക്കുക ആ പ്രോഡക്റ്റിൻ്റെ റേറ്റ്. ആ ഒരു 1000 റുപ്പീസ് കൊടുത്തിട്ട് അവർ ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്? ദറ്റ് ഈസ് ഡിമാൻഡ്. ദറ്റ് ഇസ് സിമ്പിൾ മീൻസ് ദ ക്വാണ്ടിറ്റി ദ കസ്റ്റമേഴ്സ് ആർ വില്ലിങ്. ഓക്കെ, ദ ക്വാണ്ടിറ്റി ദ കസ്റ്റമേഴ്സ് ആർ വില്ലിങ് ആൻഡ് ഏബിൾ ടു ബൈ ഇൻ എ ഗിവൺ പീരീഡ് ഈസ് നോൺ ആസ് ഡിമാൻഡ്. ഒരു പെർട്ടിക്കുലർ പീരീഡിൽ കസ്റ്റമേഴ്സ് എത്ര ക്വാണ്ടിറ്റി ഓഫ് കസ്റ്റമേഴ്സ് ദ വില്ലിങ് ആണ്, ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് അവർ വില്ലിങ് ആണ് ആൻഡ് ഏബിൾ ടു ബൈ, ആ ഒരു പെർട്ടിക്കുലർ പ്രൈസ് അവർ പർച്ചേസ് ചെയ്യാനായിട്ട് അവർ വില്ലിങ് ആണോ നോക്കുക. ദാറ്റ് ഈസ് ഡിമാൻഡ്. ഓക്കെ, ദ നെക്സ്റ്റ് ടേം ഈസ് ലോ ഓഫ് ഡിമാൻഡ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പീപ്പിൾ വിൽ ബൈ മോർ അറ്റ് ലോവർ പ്രൈസസ് ആൻഡ് ബൈ ലെസ് അറ്റ് ഹയർ പ്രൈസസ്. അപ്പോൾ എന്താ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മളതിൻ്റെ റേറ്റ് കുറഞ്ഞു എന്ന് വിചാരിക്കാം. പ്രൈസ് കുറഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യും? കൂടുതൽ പർച്ചേസ് ചെയ്യും. ദെൻ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പർച്ചേസ് ചെയ്യും അല്ലേ. അതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. വിൽ ബൈ മോർ അറ്റ് ലോവർ പ്രൈസസ്. ഓക്കെ, പ്രൈസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വിൽ ബൈ മോർ ആൻഡ് ബൈ ലെസ് അറ്റ് ഹയർ പ്രൈസസ്. ദറ്റ് ഈസ് law of demand. The next term is utility. What do you mean by utility? Utility simply means use value. And the value എന്ന് പറഞ്ഞാൽ when we consume a product we derive something from that product, that is value. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു, നമ്മളത് കൺസ്യൂം ചെയ്തു, എന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊരു ബുക്ക് വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു പേന വാങ്ങിച്ചു, നമ്മൾ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ നമ്മൾ പർച്ചേസ് ചെയ്തു, ദെൻ നമ്മളത്
കൺസ്യൂം ചെയ്തു അല്ലേ, നമ്മളത് എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്? കൺസ്യൂം ചെയ്യാനാണ്. ദെൻ നമ്മൾ ആ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത്. ആ സാറ്റിസ്ഫാക്ഷനെ നമ്മൾ എന്തെന്ന് പറയുന്നത് വാല്യൂ. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി മീൻസ് യൂസ് വാല്യൂ. ദറ്റ് ഈസ് അപ്പോൾ എന്താ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ എ വാണ്ട്. ഒരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ആ കമ്മോഡിറ്റിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി, that is utility. Okay, it is the capacity or power of a commodity to satisfy a human want. ഒരു want satisfy ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഉണ്ടെങ്കിൽ ഇറ്റ് പോസസ് യൂട്ടിലിറ്റി. ഓക്കെ, ഇഫ് എ കമ്മോഡിറ്റി ഡസ് നോട്ട് സാറ്റിസ്ഫൈ എ ഹ്യൂമൻ വാണ്ട്. ഇപ്പം നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ചു, നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതെന്ത് പറയാം? It does not possess the utility. That is, then we say that it has no utility. ആ ഒരു പ്രോഡക്റ്റിന് എന്തില്ല? യൂട്ടിലിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, നേരെ മറിച്ച് if we get some benefits or satisfaction from that commodity, ഇപ്പം നമുക്ക് എന്തെങ്കിലും ബെനഫിറ്റ്സോ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കമ്മോഡിറ്റിന്ന്, this means that the commodity possess utility. അപ്പോൾ നമുക്ക് അതിന് എന്ത് പറയാം? ആ കമ്മോഡിറ്റിക്ക് യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ it's a capacity or ability of a commodity to satisfy a want. ഒരു want satisfy ചെയ്യാനുള്ള എബിലിറ്റി, അതിനാണ് എന്തെന്ന് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിക്ക് നീഡ്സ് അല്ലെങ്കിൽ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഇറ്റ് ഡസ് നോട്ട് പോസസ് ദി യൂട്ടിലിറ്റി. അപ്പോൾ അതിന് യൂട്ടിലിറ്റി ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ ബേസ് ആയിട്ട് പറയുന്നത് എന്താണ്? യൂട്ടിലിറ്റി ഈസ് ദ ബേസിസ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിൻ്റെ ഒരു ബേസ് ആണ് എന്തെന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം അല്ലേ, ഇഫ് ദർ ഈസ് നോ യൂട്ടിലിറ്റി ദർ ഈസ് നോ ഡിമാൻഡ് അല്ലേ. നമ്മൾ നേരത്തെ ഡിമാൻഡ് എന്ന് പറഞ്ഞു. എന്താ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ദ ക്വാണ്ടിറ്റി ദ കസ്റ്റമേഴ്സ് ആർ വില്ലിങ് ആൻഡ് ഏബിൾ ടു ബൈ ഇൻ എ ഗിവൺ പീരീഡ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. അതായത് ദ ക്വാണ്ടിറ്റി ദ കസ്റ്റമേഴ്സ് ആർ വില്ലിങ്, എത്ര കസ്റ്റമേഴ്സാണ് ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട്, അവർ എത്രമാത്രം അത് പർച്ചേസ് ചെയ്യുന്നുണ്ട്, വില്ലിങ് ആണ് അത് പർച്ചേസ് ചെയ്യാനായിട്ട്, ആ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ അവർ വില്ലിങ് ആണ്. അതാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു പ്രോഡക്റ്റിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി ഈസ് ദ ബേസിസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇഫ് ദർ ഈസ് നോ യൂട്ടിലിറ്റി ദർ ഈസ് നോ ഡിമാൻഡ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് യൂട്ടിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഡിമാൻഡ്. ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് എന്തും ഉണ്ടാവില്ല? ഡിമാൻഡും ഉണ്ടായിരിക്കില്ല. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. യൂട്ടിലിറ്റി മീൻസ് capacity or ability to satisfy, or ability of a commodity to satisfy a want. ഒരു want satisfying power അല്ലെങ്കിൽ എബിലിറ്റി, അതിനെ പറയുന്നതാണ് എന്ത്? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം യൂട്ടിലിറ്റി ഈസ് ദ ബേസിസ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിൻ്റെ ബേസിസ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് പറയുന്നത്, ബേസ് ആണ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് there are two types of utility, that is total utility and marginal utility. ഓക്കെ, എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ സം ഓഫ് ദ യൂട്ടിലിറ്റീസ് ഒബ്റ്റൈൻഡ് ഫ്രം കൺസ്യൂമിങ് ഓൾ ദ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി. ഇപ്പം നമ്മൾ 10 യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 യൂണിറ്റ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ, അതിനാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ സം ഓഫ് ദ യൂട്ടിലിറ്റീസ് obtained from consuming all the units of a commodity. ഒരു കമ്മോഡിറ്റിയുടെ എല്ലാ യൂണിറ്റ്സിൽ നിന്നും നമ്മളിപ്പോൾ കിട്ടും കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷൻ, അതിനെ പറയുന്നതാണ് എന്ത്? ടോട്ടൽ യൂട്ടിലിറ്റി. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മളൊരു കമ്മോഡിറ്റി, ഇപ്പോൾ ഒരു ഓറഞ്ച് എന്തെങ്കിലും ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്മോഡിറ്റി നമ്മളൊരു 10 യൂണിറ്റ് നമ്മളത് കൺസ്യൂം ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 10 യൂണിറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്തു എന്നുണ്ടെങ്കിൽ ആ 10 യൂണിറ്റിൽ നിന്നും ടോട്ടലി നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എത്രയാണോ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി. ദെൻ നെക്സ്റ്റ് വൺ പറയണത് മാർജിനൽ യൂട്ടിലിറ്റി. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇസ് ദ യൂട്ടിലിറ്റി ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ്. ടോട്ടൽ യൂണിറ്റി എന്നല്ല പറയണത്, അഡീഷണൽ യൂണിറ്റിയിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് വരുന്ന സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ? നേരത്തെ നമ്മൾ പറഞ്ഞു
ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ 10 യൂണിറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ 10 യൂണിറ്റിൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതാണ് എന്ത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മൾ 10 യൂണിറ്റും കഴിഞ്ഞിട്ടൊരു 2 യൂണിറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അഡീഷണൽ ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുള്ള അതിൽ നിന്ന് വരുന്ന യൂട്ടിലിറ്റി, അതായത് ആ 10 ടോട്ടൽ അപ്പോൾ നമ്മൾ എത്ര എടുത്തു 12, ആദ്യം 10 പിന്നെ 2 കൂടി അഡീഷണൽ, ആ 2 അഡീഷണൽ വന്നതിന് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, അതിനാണ് എന്താ പറയുന്നത് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദ യൂട്ടിലിറ്റീസ് ഒബ്റ്റൈൻഡ് ഫ്രം കൺസ്യൂമിങ് ഓൾ ദ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ യൂട്ടിലിറ്റി ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ്. അഡീഷണൽ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി മീൻസ് ദ കപ്പാസിറ്റി ഓർ എബിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ എ വാണ്ട്. ഒരു വൺ സാറ്റിസ്ഫൈങ് എബിലിറ്റി അല്ലെങ്കിൽ ഒരു വൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് യൂട്ടിലിറ്റി. ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടേം ഇൻ ദിസ് ചാപ്റ്റർ, യൂട്ടിലിറ്റി. ഓക്കെ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് തിയറീസ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം യൂട്ടിലിറ്റി ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബൈ.